السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وآل كل والصحابة أجمعين أما بعد. പരിശുദ്ധ റമദാൻ അനുഗ്രഹത്തിൻ്റെ മാസമാണ്. പടച്ച റബ്ബ് അടിമകളിലേക്ക് അനുഗ്രഹത്തിൻ്റെ 1000 പേമാരി ചൊരിയുന്ന പുണ്യ വസന്തകാലം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിശ്വാസികൾ സദാസമയത്തും പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ, കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനെ, ഞങ്ങൾക്ക് നീ കരുണ ചൊരിയണേ എന്ന് തേടിക്കൊണ്ടേയിരിക്കുകയാണ്. റഹ്മതി വസിഅത്ത് കുല്ല ഷൈ, അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ ഒന്നും ഇവിടെ ഇല്ല. എല്ലാ ചെറുതിലും വലുതിലും അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്. നാം ശ്വസിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങൾ, ദിനേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, മനുഷ്യൻ്റേതാകട്ടെ അല്ലാത്ത ജീവികളുടേതാകട്ടെ, ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്. ആ റഹ്മത്തിനെ തേടാനാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളിൽ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. സദാസമയത്തും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനു വേണ്ടിയായിരിക്കണം ഈ രാപ്പകലുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ പരിശുദ്ധമായ മാസം സ്വർഗത്തിൻ്റെ വാതിലുകൾ നമുക്ക് തുറക്കപ്പെട്ടതാണ്. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരക കവാടങ്ങൾ അടക്കപ്പെട്ടതുമാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ അടയാളമാണ്. എല്ലാ അക്രമകാരികളായ പിശാചുക്കളെയും ചങ്ങലയിൽ ബന്ധിപ്പിച്ച് അടിമകൾക്ക് കൂടുതൽ നന്മയിലേക്ക് മുന്താൻ സൗകര്യം ഒരുക്കിത്തരിക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയൊരു കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ സ്വർഗലോകത്തൊരു കവാടമുണ്ട്, പേര് റയ്യാൻ എന്നാണ്. അത് നോമ്പുകാർക്ക് പ്രത്യേകമായിട്ട് കടക്കാനുള്ളൊരു കവാടമാണ്. അള്ളാഹു നമുക്കതിലൂടെ കടക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട സങ്കേതമാണ് സ്വർഗലോകം. അതിലേക്ക് എത്തിച്ചേരാനാണ് ഇവിടെ നാം പണിയെടുക്കേണ്ടതും പണിയെടുക്കുന്നതും. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം. അള്ളാഹുവിലേക്ക് അടുക്കുന്തോളും അവൻ ഇങ്ങോട്ടടുക്കും. ഒരു ചാണടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം എടുക്കും. എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിയടുക്കും. ഇങ്ങനെയും പറഞ്ഞ ഖുദ്സിയായ ഹദീസ് നമുക്ക് വായിക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ചൊരിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് ചൊരിയാൻ നാം പാവപ്പെട്ടവർക്ക് അനുഗ്രഹം ചൊരിയണം. നാം മറ്റുള്ളവരോട് കരുണ ചെയ്യണം. സാധുക്കളെ, പാവങ്ങളെ, ഇല്ലാത്തവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അതും കൂടിയാണ് പരിശുദ്ധ റമദാൻ നൽകുന്ന സന്ദേശം. ജീവികളോടായാലും ജനങ്ങളോടായാലും എല്ലാവരോടും കരുണയോടുകൂടെ പ്രവർത്തിക്കണം. അതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബ് റഹ്മത്തുല്ലിൽ ആലമീനാണ്. ലോകർക്ക് മുഴുവനും കാരുണ്യമായി അയച്ചതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, ലോകർക്ക് മുഴുവനും, വിശ്വാസികളെന്നില്ല അവിശ്വാസികളെന്നില്ല, എല്ലാവർക്കും, ആലമീൻ എന്ന പദത്തിൻ്റെ തഹ്തിൽ അണ്ടറിൽ എല്ലാം പെട്ടു. അത് ജീവജാലങ്ങൾ ഉൾപ്പെട്ടു, എല്ലാ വർഗങ്ങളും അതിൽ ഉൾപ്പെട്ടു. അവർക്കെല്ലാം അനുഗ്രഹമായിട്ടാണ് നബിയെ തങ്ങൾ അയച്ചത് എന്നാണ്. മാൻപേട വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് മുത്തുനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ആളുകൾ, പാവങ്ങൾ വന്ന് കരയുമ്പോൾ, തേടുമ്പോൾ അവർക്കെല്ലാം പരിഹാരം നൽകുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഈ ഉമ്മത്തിൻ്റെ വലിയൊരു അഭയമാണ്. തങ്ങളില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെയോ പരീക്ഷിക്കപ്പെടുമായിരുന്നു. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു ആയത്ത് ശ്രദ്ധേയമാണ്. തങ്ങളുടെ ഉമ്മത്ത് തങ്ങൾ അവിടെയുള്ളത് കൊണ്ട്, അവരുടെ നബിയായതുകൊണ്ട് ഒരിക്കലും
അവരെ നമ്മൾ ശിക്ഷിക്കുകയില്ല. അവർ എന്നിലേക്ക് ഇസ്തിഗ്ഫാറിലൂടെ, പാപമോചനത്തിലൂടെ പൊറുക്കലിനെ തേടുന്ന കാലത്തോളം അവരെ നമ്മൾ പരീക്ഷിക്കുകയില്ല, ശിക്ഷിക്കുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ വിളിച്ചോതിയതാണ്. അള്ളാഹുവിൻ്റെ ഹബീബുള്ളത് കൊണ്ട്, അവിടുത്തെ ഉമ്മത്തായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനാണത്. രണ്ടാമത് പറഞ്ഞത് ഇസ്തിഗ്ഫാറാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ, ശിക്ഷകൾ ദൂരീകരിക്കാൻ നമ്മൾ ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലണം. പറഞ്ഞു വന്നത്, എല്ലാ ജീവജാലങ്ങളോടും കരുണ ചെയ്തവരാണ് മുത്തുനബി. അവരാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി കിട്ടിയ മറ്റൊന്ന്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോടൊരിക്കൽ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, എന്തുകൊണ്ടാണ് നീ എന്നെ നിൻ്റെ ഇഷ്ടപ്പെട്ട ആളായി സെലക്ട് ചെയ്തത്? എന്തൊരു കർമ്മം പരിഗണിച്ചിട്ടാണ് എന്നാണ് ചോദ്യം. അള്ളാഹു പറഞ്ഞു, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആടുകളെ മേച്ചു നടന്നിരുന്നൊരു കാലമുണ്ടല്ലോ നിങ്ങൾക്ക്. ആ ആട്ടിൻപറ്റങ്ങളിൽ ദുർബലരായ ചില ആടുകളുണ്ടായിരുന്നു. അതിൽ ഒരു ആട്ടിൻകുട്ടി വളരെ ബാക്കിലായിക്കൊണ്ട് വേച്ച് നടന്ന് ക്ഷീണിച്ച് കഴിയാത്തതിനാൽ അവിടെ കിടക്കുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കതിനെ കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ തെരഞ്ഞു, അന്വേഷിച്ചു, കണ്ടെത്തി. പിറകിലായി പോയ ആട്ടിൻകുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്, നിങ്ങൾ പാവമാണല്ലോ, വൈകിപ്പോയി, നീ ബാക്കിലായതുകൊണ്ട് വിഷമിച്ചു പോയോ എന്നൊക്കെ അതിനോട് സംസാരിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കാണിച്ച ഒരു കൃപയുണ്ടല്ലോ, ആ സ്നേഹം, ആ പരിഗണന, ആ ഒരു കരുണ, അതാണ് ഞാൻ നിങ്ങളെ പരിഗണിക്കാനും സെലക്ട് ചെയ്യാനും കാരണമെന്ന് അള്ളാഹു മറുപടി കൊടുത്തു എന്ന് കാണാം. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, എന്നാൽ ആകാശത്തിൻ്റെ അധിപനായ റബ്ബ് നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞു തരും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, ജീവജാലങ്ങളോടും മനുഷ്യരോടും എല്ലാവരോടും കരുണ ചെയ്യുക. മനുഷ്യരോട് കരുണ ചെയ്യേണ്ട ഒരു മേഖലയാണ്. രണ്ടാമത്, കച്ചവട മേഖലകളിൽ കച്ചവടം നടത്തുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരങ്ങളിൽ, ക്രിയവിക്രയങ്ങളിൽ ഏർപ്പെടുന്നവർ അലിവോടുകൂടെ, കരുണയോടുകൂടെ വർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടങ്ങളിൽ കൃപ ചെയ്യുന്നവർക്ക് വലിയ കരുണ ചൊരിഞ്ഞു തരും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹു നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തൊക്കെ വിലക്ക് വാങ്ങിയതാണ്. നാളെ റബ്ബിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമുക്ക് തന്നിട്ടുള്ളത്. തൻ്റെ മുമ്പിൽ വസ്തുക്കൾ വാങ്ങാൻ വരുന്ന ആളുകളോട് കരുണയോടുകൂടെ വർത്തിക്കുക എന്നുള്ളത് അള്ളാഹു നിനക്ക് കരുണ ചെയ്യാൻ കാരണമാകുന്ന ഒന്നാണ്. മൂന്നാമത്തെ കാര്യമാണ് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ രോഗമായി കിടന്നിട്ട് എന്തേ നീ എന്നെ സന്ദർശിക്കാതിരുന്നത് എന്ന്. അള്ളാഹുവെ, നീ രോഗിയായി കിടക്കുകയോ, നിനക്ക് രോഗം വരികയോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, നിൻ്റെ അയൽവക്കത്ത്, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ പരിചയത്തിൽ ഇന്നാലിന്ന ആൾ രോഗമായി കിടക്കുന്നത് നീ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ട് സന്ദർശിച്ചില്ല, ചെന്ന് ആശ്വസിപ്പിച്ചില്ല എന്ന് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതാണ് അതിന് മറുപടിയായി നൽകുന്നത്. അപ്പോൾ രോഗസന്ദർശനം നൽകുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ചുരിഞ്ഞുകൊണ്ടേയിരിക്കും. നാലാമത്തെ കാര്യം, യജ്ഞിപ്പുണ്ടാക്കുക, പിണങ്ങിക്കഴിയുന്നവർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവർ പിണങ്ങിക്കോട്ടെ, നമുക്കെന്താണ് എന്ന ഒരു തിയറിയിൽ നിന്ന് മാറി അവർക്കിടയിൽ ഒന്നിപ്പിക്കാൻ നമ്മൾ വർത്തിച്ചാൽ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും. അടുത്ത കാര്യം, നമ്മൾ ധാരാളമായി സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഐച്ഛികമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഫർളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തുകൾ അധികരിപ്പിക്കുക. ഈ പരിശുദ്ധ റമളാനിൽ നമുക്കതൊരു പ്രാക്ടീസായി കൊണ്ടുവരാൻ പറ്റിയ ഒരു സാഹചര്യമാണ്. തറാവീഹ് നമ്മൾ നിസ്കരിക്കുന്നു രാത്രികാലങ്ങളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുന്നത്തായ കർമ്മങ്ങൾ എന്നുള്ളത്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണസമയം, തൂക്കുകയറ് മുമ്പിൽ കാണുന്ന സമയവും അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ പറഞ്ഞത് 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്നാണല്ലോ. അവരതിലൂടെയാണ് വിജയം കണ്ടത്, ആശ്വാസം കണ്ടത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചത്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യമാണ് എപ്പോഴും വുളൂ ഉണ്ടാവുക എന്നുള്ളത്. എപ്പോഴും ശുദ്ധിയുള്ളവരായി തീരുക, എപ്പോഴും വൃത്തിയോടുകൂടെ കഴിയുക. അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ നമുക്ക് കാരണമാകുന്ന ഒന്നാണ്. കൈകാലുകൾ കോർത്ത് അതിൻ്റെ ഇടകളൊക്കെ കഴുകി നമ്മുടെ എല്ലാ ഭാഗങ്ങളും വൃത്തിയായി കഴുകിക്കൊണ്ട് തന്നെ വുളൂ ചെയ്യുന്നത് റബ്ബിന് വലിയ ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകുന്ന ഒന്നാണ്.
പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കുകളെല്ലാം നീക്കം ചെയ്യൽ. അത് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. വൃത്തിയോടുകൂടെ നമ്മുടെ പല്ലുകളെ സൂക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നോമ്പുകാരൻ അത്താഴ സമയത്തൊക്കെ എണീറ്റിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം നമ്മുടെ പല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്നാൽ അത് പിന്നീട് പകൽ സമയത്ത് ഇറക്കാനോ സാധ്യതയുള്ളത് കൊണ്ടും പ്രത്യേകിച്ചും നോമ്പുകാരൻ അത് അത്താഴ സമയത്ത് വൃത്തിയാക്കി ബ്രഷ് ചെയ്തോ അല്ലാതെയോ നീക്കം ചെയ്യണം. അത് അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാൻ നമുക്ക് വളരെ അത്യാവശ്യമാകുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് ലഭിക്കാൻ കാരണമാകുന്നതുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിച്ച് അവൻ്റെ റഹ്മത്തിനെ ധാരാളമായി തേടി നമ്മൾ ഈ സമയങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.